الله تعالى وبركاته. സലാം മടക്കിങ്ങൾ ഇത്ര വെച്ചുള്ളൂ إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الجستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواني قدس الله سره اللذيذ وابن ابنه أسام الدين سامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ وإلى حضرة ممات منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ. വർഷങ്ങളോളം ഇവിടെ ചൊല്ലിയ സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകൾ മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടമുള്ള മജ്‌ലിസാക്കി നീ ഖബൂലാക്കണം റഹ്മാനേ. ഈ മജ്‌ലിസ് കാരണമായി ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാനേ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വീട് നൽകണം അല്ലാഹ്. വാടക വീടുകളിൽ താമസിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഈ സദസ്സിലുണ്ട്. നല്ല റാഹത്തുള്ള വീട് വെക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാര് ഉപ്പാപ്പമാർ ഉമ്മമാര് ഉമ്മാമ്മമാരും അല്ലാഹ് ഭാര്യ മക്കൾ കുടുംബങ്ങൾ പലവരും മരണപ്പെട്ടു പോയി. 75 വർഷത്തോളം പഴക്കമുള്ള അല്ലാഹുവേ പള്ളിയും മജ്‌ലിസുമൊക്കെയാണ്. ആ കാലയളവിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ സവാബ് നീ എത്തിക്കണം അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി സ്ഥലം നൽകിയവർ, പഴയ കാലങ്ങളിൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ,
ഇതിനു വേണ്ടി സഹായിച്ചവർ പലവരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ സവാബ് നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ യാത്രകൾ നീ കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുദൂറും അവിടുത്തെ ഹിമായത്തും ഹിഫുവും ഒക്കെ നൽകി ഈ മജ്‌ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ദീർഘമായ പ്രഭാഷണം ഇല്ല. ഇന്ന് സ്വലാത്ത് മജ്‌ലിസ് സ്വലാത്ത് ചൊല്ലി ദുആ നടക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിലാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിലും വാക്കിലും പെരുമാറ്റത്തിലും അച്ചടക്കത്തിലും ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അയൽവാസിയോടും കുടുംബത്തിനോടും നാട്ടുകാരോടും തന്നെ ചീത്ത പറയുന്ന ആളുകളോടും എല്ലാവരോടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുന്ദരമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ മഹബ്ബത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഭാര്യമാരോട് നമുക്ക് മഹബ്ബത്ത് ഉണ്ടാകുമ്പോൾ ഭാര്യയുടെ ഉമിനീര് നമുക്ക് തേന് പോലെയാണ്. മഹബ്ബത്ത് ഉണ്ടെങ്കിൽ. മഹബ്ബത്തില്ലെങ്കിലോ പരസ്പരം ആ ഉമിനീരുകൾ ഏറ്റവും കൂടുതൽ കയ്പുള്ള ഒരു വസ്തു എന്താണോ അതായി മാറും. അത് മഹബ്ബത്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ മഹബ്ബത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ എല്ലാത്തിലും ആ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളൊക്കെ പൂർണ്ണമായി അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതിന്റെ ഭാഗമായാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയോ വിദൂരത്ത് കിടക്കുന്ന ഞാൻ